താത്താടെ ബർത്ത്ഡേ ആണ്, ഒരു കേക്ക് ആക്കണം. അപ്പോൾ ഡോക്ടറാണ് ആള്. അപ്പോൾ ഡോക്ടർ തീം ആക്കിയാലോ എന്ന് കരുതിയിട്ട് എൻ്റെ ഫ്രണ്ട് ചോദിച്ച സമയത്ത് ഞാൻ ഇതാ ഡോക്ടർ തീം തന്നെ ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടേഴ്സ് ആകുമ്പം ആദ്യം എന്താ ഉണ്ടാവുക, കുറേ മെഡിസിൻസും പിന്നെ നമ്മുടെ സ്റ്റെതസ്കോപ്പ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഹാഫ് kg കേക്കിന് വെക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് മാത്രം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹാഫ് kg ആയതുകൊണ്ടും ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഗ്രേ കളർ, ലൈറ്റ് ഷെയ്ഡിൽ ഗ്രേ കളർ, അത് വൈറ്റിൽ കുറച്ച് ബ്ലാക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രേ കിട്ടും കേട്ടോ. പിന്നെ ഇതിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് സിൽവർ ഡസ്റ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി തോന്നിക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നീറ്റ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്തും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈവൺ ആയിരിക്കണം, ഒരേ ലെവലിൽ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ നമ്മൾ പരത്തിയെടുക്കണം. ഫ്ലാറ്റ് മീൻസ് റോൾ ചെയ്ത് എടുക്കണം കേട്ടോ. ഒന്നിക്ക് നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ അതുപോലെ റോളറിൻ്റെ ആ ഒരു സംഭവം വെച്ചിട്ട് സ്മൂത്തനിങ് ടൈപ്പ് ഈ ഒരു സംഭവം ഉണ്ട് ഫോണ്ടൻറ്റിൽ, അത് വെച്ച് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. ചെയ്യുമ്പം മാക്സിമം ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഭാഗത്തും ഒരേ തിക്നെസ് ആയിരിക്കണം. തിക്നെസ് മാറുന്നതിനനുസരിച്ച് ഭംഗി വല്ലാണ്ടങ്ങ് മാറ്റം വരും. കാരണം ഭംഗി കേടായിട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആദ്യം ഒരു പകുതി മുക്കാൽ പോർഷൻസ് നമ്മൾ ഗ്രേ കൊടുത്തു, പിന്നെ ബ്ലാക്കാണ് കുറച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അങ്ങോട്ടേക്ക് വയറിൻ്റെ ഭാഗത്തിനേക്കും ബ്ലാക്കാണ്. അതിങ്ങനെ ഒരുപാട് നീട്ടി നിവർത്തി നമുക്ക് വെക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഹാഫ് kg കേക്ക് ആയതുകൊണ്ട് സ്പേസിൻ്റെ പ്രശ്നം കൊണ്ടും നമുക്കിതാ ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സിബിളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചും ചെയ്യാം. നമ്മൾ ഹാർഡാക്കി കഴിഞ്ഞാലാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറിച്ചും ചെയ്യാൻ കഴിയില്ല. എപ്പോൾ എങ്ങനെ വെക്കണം എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കിയതിന് ശേഷം, ലെവൽ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഹാർഡാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഹാർഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഹാർഡാക്കേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് ഇടാം കേട്ടോ. പിന്നെ ഗ്രേ കളറിൽ കുറച്ച് തിക്നെസ്സിൽ തന്നെ ഒരു വലിയ റൗണ്ടും ചെറിയ റൗണ്ടും എടുക്കുക. പിന്നെ ഇതുപോലെ ഒരു ഷേപ്പ്, മുട്ടയുടെ ഷേപ്പ് എന്ന് പറയാൻ കഴിയില്ല, താഴ്ഭാഗത്ത് കുറച്ചൊന്ന് കൂർത്ത് നിൽക്കുന്നതും മുകൾ ഭാഗത്ത് കുറച്ചും കൂടെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പം ആ ഒരു സംഭവത്തിൻ്റെ രൂപം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കതിങ്ങനെ പിടിക്കാനുള്ള ആ ഒരു ഡോക്ടേഴ്സൊക്കെ ആ ഒരു സ്റ്റെതസ്കോപ്പ് പിടിക്കുന്ന ആ ഒരു പൊസിഷനിലെ അത് നോക്കിയിട്ടാണ് ഏകദേശം ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സെൻറ്ററിലായിട്ട് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഡോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് സില്ലിയാക്കി വിടാതെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിസൈൻസും ഫോണ്ടനിൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റും. നമ്മളിത് അത് ചെറുതല്ലേ, അത് വേണം എന്നിങ്ങനെ ചിന്തിക്കരുത്. എത്രത്തോളം ചെറിയതാണോ അത്രത്തോളം ചെറുതാണെങ്കിൽ പോലും നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് എല്ലാ സാധനത്തിനും ഒരു ഭംഗി കിട്ടുക. ഇപ്പോൾ ഈ ഒരു ഈ ഒരു സാധനം വെച്ച് നമ്മൾ ഇതുപോലെ ലൈൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു മെഡിസിൻസിൻ്റെ ആ ഒരു ഷീറ്റിന് ഒരു കുറച്ച് ഭംഗി കൂടുതൽ കിട്ടും. ഒന്നുമല്ല, ജസ്റ്റ് ഒരു ലൈൻസ് മാത്രം കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം വരും. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം സെറ്റാക്കി ഡ്രൈ ആക്കിയിട്ട് അതിലുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്യാണ്. കേക്ക് കൊടുക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് മാത്രമാണ് ഫോണ്ടൻ ഡെക്കറേഷൻസ് വെക്കാറുള്ളത്. പൊതുവേ അങ്ങനെയാണ്, ഒരു 10-15 മിനിറ്റ് മുമ്പ് മാത്രം വെച്ചാൽ മതി. പിന്നെ നമ്മളങ്ങനെ ഫ്രിഡ്ജിലോ വെക്കണമെന്നൊന്നും ഇല്ല, വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ നമ്മളിത് അത്യാവശ്യം കുറച്ച് സമയം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണ്. ഞാനിത് കൊടുത്തിട്ട് 1-2 മണിക്കൂറിന് ശേഷമാണ് ആൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ AC കാറിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1-2 മണിക്കൂറിന് ശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കേക്ക് കട്ട് ചെയ്ത്. മാഷാഅല്ലാ നല്ല ഫീഡ്ബാക്കാണ്. അവർ ഡോക്ടറാണ് കക്ഷി എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൂൾസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് കിട്ടിയത്. എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ അത്രയും എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ജസ്റ്റ് ഒരു സ്റ്റെതസ്കോപ്പ് അങ്ങനെയുള്ള ജസ്റ്റ് ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറത്ത്, കാരണം നമ്മൾ കസ്റ്റമേഴ്സ് വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെയ്തു കൊടുത്താലാണ് അവർക്ക് വീണ്ടും ഓർഡേഴ്സ് ചെയ്യാനും അവർക്കൊരു പ്രത്യേക ഇഷ്ടവും നമുക്ക് നമ്മളെ വർക്ക് ഏൽപ്പിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഡിസൈനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാ ID ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ല, അതിൽ ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ റുഷാസ് റെസിപ്പി.